എടോ, താൻ വിഷമിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും അനുപേട്ടന് നമ്മള് അവന്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കില്ല. അവന്റെ മുഖത്തോക്കി ഞാനത് പറയുകയും ചെയ്തു. എന്തിനാ താൻ കരയുന്നേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഈ തല്ല് കിട്ടിയത് അതൊന്നും സാരമില്ല. ദേ, 2 തല്ല് വാങ്ങാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടോ? താൻ പേടിക്കണ്ട. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും അനുവേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. എനിക്ക് വേണ്ടി സച്ചേട്ടൻ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കു വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യേണ്ടത്? എന്റെ കുടുംബത്തിനെ പൊന്നുപോലെ എത്താൻ നോക്കുന്നേ. അപ്പൊ പിന്നെ തന്റെ കുടുംബത്തിലൊരു പ്രശ്നം വന്നാ അത് എന്റെ കൂടി പ്രശ്നമല്ലേ? തന്റെ വീടും എന്റെ വീടും രണ്ടല്ല, അതൊന്നാണ്. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കും. താൻ ധൈര്യമായിട്ടിരിക്കുക. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സച്ചേട്ടാ. നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ അപകടത്തിലാ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും അത് വലിയൊരു ഭീഷണിയായിട്ട് മാറും. ഇത്രയും കാലം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. താൻ വിഷമിക്കണ്ട. ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. വക്കീൽ വഴി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആ ചെങ്കൽ മധുവിനെ പോയി നേരിട്ട് കാണും. അയാളുടെ ഉള്ളില് കുറച്ചൊക്കെ മനുഷ്യത്വം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയ സമയത്ത് ഗുണ്ടകളെ ഒന്ന് തടഞ്ഞപ്പോൾ അയാൾ നമ്മളെ വിടില്ലായിരുന്നു. അയാളുടെ നന്മ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ സച്ചേട്ടൻ ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നോ? ക്രിമിനൽസ് അവരെല്ലാം, വിശ്വസിക്കാൻ പറ്റില്ല. അയാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വർത്താനം പറഞ്ഞതുകൊണ്ടാ അയാൾ എന്നെ ഉപദ്രവിച്ചത്. സ്വന്തം സഹോദരിയുടെ മരണത്തിന് കാരണക്കാരായ ആളുകളോടാ അയാളുടെ പ്രതികാരം. അല്ലാതെ എന്നോട് അയാൾക്ക് എന്ത് പ്രതികാരം? ഗർഭിണിയായ അയാളുടെ സഹോദരിയെ അയാള് അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. സ്ത്രീകളോട് അയാൾക്ക് നല്ല ബഹുമാനമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ അയാൾക്ക് കാര്യം മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും നാളത്തോടു കൂടി ഞാൻ ഈ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കും.